ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൻഡിസൈറ്റിസ് ഉള്ള ആൾക്കാരിൽ ശരീരം കാണിക്കുന്ന പ്രധാനപ്പെട്ട ലക്ഷണങ്ങളെ പറ്റിയും അപ്പൻഡിസൈറ്റിസ് നിർണയത്തിന് സഹായിക്കുന്ന പ്രധാനപ്പെട്ട ലബോറട്ടറി ടെസ്റ്റുകളെ പറ്റിയുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അവ ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ലക്ഷണം സഡൻ പെയിൻ ഓൺ ലോവർ റൈറ്റ് സൈഡ് ഓഫ് ദ അബ്ഡമൻ, അതായത് വയറിന്റെ വലതുവശത്ത് താഴെയായിട്ട് ശക്തമായ വേദന അനുഭവപ്പെടുന്നു. രണ്ടാമത്തെ ലക്ഷണം നൊസിയ ആൻഡ് വോമിറ്റിംഗ്, അതായത് ഓക്കാനിക്കാനും ഛർദ്ദിക്കാനും ഒക്കെ വരുന്നു. മൂന്നാമത്തേത് ലോസ് ഓഫ് ആപ്പിറ്റൈറ്റ്, വിശപ്പില്ലായ്മ അനുഭവപ്പെടുന്നു. നാലാമത്തേത് ഫീവർ, ശരീരത്തിന് പനി അനുഭവപ്പെടുന്നു. അഞ്ചാമത്തേത് കോൺസ്റ്റിപ്പേഷൻ ഓർ ഡയേറിയ, ചിലർക്ക് മലബന്ധം ഉണ്ടാകുന്നു, ചിലർക്ക് വയറിളക്കം ഉണ്ടാകും. ആറാമത്തേത് ഡ്രൈ മൗത്ത്, വായ ഉണങ്ങിയ അവസ്ഥ, അതായത് ഡ്രൈ ആയി തോന്നുന്നു. ഏഴാമത്തെ അബ്ഡോമിനൽ ബ്ലോട്ടിങ്, വയറിന്റെ അകത്ത് ഉരുണ്ടുകയറ്റം അല്ലെങ്കിൽ വയറ് വീർക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു. ഇതാണ് പ്രധാനമായിട്ടും അപ്പൻഡിസൈറ്റിസ് ഉള്ള ആൾക്കാരിൽ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ. ഇനി അപ്പൻഡിസൈറ്റിസ് നിർണയത്തിന് സഹായിക്കുന്ന ബ്ലഡ് ടെസ്റ്റുകൾ ഓരോന്നും ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ടെസ്റ്റ് CBC ടെസ്റ്റ് ആണ്. CBCയിൽ WBC കൗണ്ട് കൂടുതലായിട്ട് കാണിക്കുന്നു. പ്രധാനമായിട്ടും WBCയിൽ ന്യൂട്രോഫിൽ കൗണ്ട് ആണ് കൂടുതലായിട്ട് ഈ കേസിൽ കാണിക്കുന്നത്. അതേപോലെ രണ്ടാമത്തെ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ CRP, സി റിയാക്റ്റീവ് പ്രോട്ടീൻ ടെസ്റ്റ് ആണ്. അതായത് ശരീരത്തിന്റെ അകത്ത് ഈ അപ്പൻഡിസൈറ്റിസ് പോലെയുള്ള ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്ന കേസിൽ ഈ CRPയുടെ വാല്യൂ കൂടുതലായിട്ട് കാണിക്കുന്നു. അടുത്തത് സ്കാനിങ് ടെസ്റ്റുകളാണ്. USG അല്ലെങ്കിൽ അൾട്രാസൗണ്ട് സ്കാനിങ് ആണ്. ഈ അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യുന്നത് വഴി നമുക്ക് അപ്പൻഡിസൈറ്റിസ് ഉണ്ടോ എന്ന് നിർണ്ണയിക്കാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ CT സ്കാൻ എടുക്കുന്ന വഴിയും അപ്പൻഡിസൈറ്റിസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും അപ്പൻഡിസൈറ്റിസ് നിർണയത്തിന് സഹായിക്കുന്ന ടെസ്റ്റുകൾ.